മഹാഭാരത യുദ്ധത്തിന് മുൻപോടിയായി ദുര്യോധനന്റെ പക്ഷത്തു നിന്നും ഒരു ദൂതനെ പാണ്ഡവരുടെ പക്ഷത്തേക്ക് അയക്കപ്പെടുന്നു. അത് ശകുനിയുടെ പുത്രനാകുന്ന ഉലൂകൻ ആകുന്നു. അവനോട് അഹങ്കാരിയാകുന്ന ദുര്യോധനൻ കൃഷ്ണനെയും ഭീമനെയും സകലമാന പാണ്ഡവന്മാരെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള തരത്തിലെ വാക്യങ്ങളാകുന്നു പറഞ്ഞയച്ചിരിക്കുന്നത്. അതും പേറിക്കൊണ്ട് ഉലൂകൻ യുധിഷ്ഠിരന്റെ സമക്ഷം എത്തിച്ചേർന്നു. യുധിഷ്ഠിരൻ അവനോട് പറഞ്ഞു, എടോ ഉലൂക, നീ പറയൂ, ദൂരദൃഷ്ടിയല്ലാത്ത ആ ധാർതരാഷ്ട്രൻ, ആ ലോഭി എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവൻ തേജസ്വികളായ പാണ്ഡവന്മാരുടെയും സഞ്ജയന്മാരുടെയും മാധവന്റെയും മക്കളോട് കൂടിയ ദ്രുപദന്റെയും വിരാടന്റെയും മറ്റ് രാജാക്കന്മാരുടെയും മധ്യത്തിൽ വെച്ച് യുധിഷ്ഠിരന്റെ ചോദ്യത്തിന് മറുപടിയായി ഇപ്രകാരം പറഞ്ഞു തുടങ്ങി. ഭവാനോട് പറയുവാൻ പറഞ്ഞയച്ചു. കുരുവീരന്മാർ കേൾക്കെയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ചൂതിൽ തോറ്റ് നിന്നെ ജയിക്കുകയും നീ ആരാണെങ്കിൽ ചുണയുള്ള പുരുഷനാണെങ്കിൽ അതിൽ അമർഷം കൊള്ളേണ്ടത് ആകുന്നു. 12 കൊല്ലം വീട് വിട്ട് കാട്ടിൽ വസിച്ചു. നീ ഒരു കാലം പിന്നെ വിരാടന്റെ ദാസനായും പാർത്തു. അമർഷവും രാജ്യഹരണവും വനവാസവും കൃഷ്ണ പരിക്ലേശവും ഒക്കെ ചിന്തിച്ച് നീ ആണായി നിൽക്കുക. ആ ശക്തനായ ഭീമൻ ശപിച്ചല്ലോ, ദുശാസനന്റെ രക്തം കുടിക്കുമെന്ന്. അങ്ങനെയാകാം. ശക്തനാണെങ്കിൽ അവൻ ദുശാസനന്റെ രക്തം കുടിക്കട്ടെ. ശസ്ത്രാദി പൂജ ചെയ്ത് കുരുക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് അശ്വങ്ങളോടും യോദ്ധാക്കളോടും ചേർന്ന് കേശവന്റെ സഹായത്തോടുകൂടി നാളെ നീ പോരിൽ വരിക. എന്തിനീ മേനിയൊക്കെ പറയുന്നു? ഗന്ധമാദനം കയറുവാൻ മുതിരുന്ന വിഡ്ഢിയെപ്പോലെ വമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ നീ? മേനി പറച്ചിലൊക്കെ നിർത്തി ആണായി നീ നിൽക്കുക. ദുർദർശനായ കർണനെയും ശക്തനായ ശല്യനെയും പോരിൽ ജയിക്കാതെ രാജ്യം കിട്ടുമെന്ന് നീ ആഗ്രഹിച്ചുവോ? ബ്രഹ്മവേദവും ധനുർവേദവും ഗാഠമായി അറിയുന്ന ഗുരുവിനെ, തേജസ്വിയായ ആ ദ്രോണരെ യുദ്ധത്തിൽ ജയിക്കുവാൻ കഴിയുമെന്ന് നീ വെറുതെ മോഹിക്കുക ആകുന്നു. പർവ്വതത്തെ കാറ്റു മർദ്ദിച്ചതായി ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല. എന്നാൽ നിനക്കൊരിക്കലും ജയം സംഭവിക്കുകയില്ല. ഈ ശത്രുജിത്തിനോട് എതിർത്ത് ജീവനിൽ കൊതിയുള്ള ഒരുത്തനും ആന, കുതിര മുതലായ സൈന്യങ്ങളോട് കൂടി സുഖമായി ഗ്രഹത്തിൽ എത്തുന്നുവോ ഭീഷ്മദ്രോണന്മാരെ എതിർത്തിട്ട്? അതൊരിക്കലും സംഭവ്യമായ കാര്യമല്ല. പൊട്ടക്കിണറ്റിലെ തവളയെന്ന പോലെ നീ രാജ്യസൈന്യങ്ങളെയൊക്കെ ചിന്തിക്കുകയാണ്. ദേവന്മാർ തന്നെ പോരിന് വന്നാലും ജയിക്കുവാൻ കഴിയുകയില്ല അവരോട്. ദേവതുല്യന്മാരായ രാജാക്കന്മാർ പരിപാലിക്കുന്ന തെക്കും കിഴക്കും പടിഞ്ഞാറും വടക്കും കാമ്പോജന്മാരും ശകന്മാരും ഖഗന്മാരും മത്സരോടുകൂടി ശാല്വന്മാരും കുരുമധ്യദേശക്കാരും മ്ലേച്ഛന്മാരും പുളിന്തന്മാരും ഭ്രമിണ്ടന്മാരും ആന്ധ്രാക്കാരും കാഞ്ചിയന്മാരും ഇങ്ങനെ പല ജനങ്ങളും ചേർന്ന് തടിച്ച് അങ്ങനെയുള്ള പടയിൽ ഗംഗാപ്രവാഹം പോലെ ദുഷ്പ്രതിഷ്ഠമായ പടയിൽ ആനക്കൂട്ടത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന എന്നെ മന്ദബുദ്ധിയായ യുധിഷ്ഠിര നീ എങ്ങനെ എതിർക്കുമെന്നാണ് വിചാരിക്കുന്നത്? ഇപ്രകാരം ദുഷ്ടബുദ്ധിയായ ദുര്യോധനൻ പറഞ്ഞയച്ച യുധിഷ്ഠിരനോടുള്ള വാക്യം ഉല്ലൂകൻ, അതായത് ശകുനിപുത്രൻ, യുധിഷ്ഠിര രാജാവിന്റെ മുഖത്ത് നോക്കി പറയുന്നു.